ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിന് സമീപമുള്ള പ്രസിദ്ധമായ ആറാട്ടുകടവിൽ ആരതി സമർപ്പിച്ച ഭക്തർ. ചെങ്കൽ ശിവക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ആരതിയും നദീപൂജയും ദർശിക്കാൻ നിരവധി ഭക്തർ കടവിലെത്തി. ഗംഗാനദിയിലെ ജലാരതി പവിത്രമായ ചടങ്ങാണ്. തലസ്ഥാനവാസികൾക്കും ഈ പവിത്രമായ ചടങ്ങ് നേരിൽ കാണാനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. ചെങ്കൽ ശിവക്ഷേത്രത്തിന് സമീപത്തായുള്ള കാഞ്ഞിരമൂട് ആറാട്ടുകടവിലും ആരതിയും നദീപൂജയും നടത്തി. ചെങ്കൽ ശിവക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ആരതിയിൽ 101 ആചാര്യന്മാർ പങ്കെടുത്തു. ഏറെ പ്രസിദ്ധമായ കടവാണ് കാഞ്ഞിരമൂട് ആറാട്ടുകടവെന്ന് മഹേശ്വരാനന്ദ സരസ്വതി സ്വാമി പറയുന്നു. ഈ നദിയുടെ ഉത്ഭവം അഗസ്ത്യാർ കൂടത്തിൽ നിന്നാണ്. അഗസ്ത്യ മുനി ഇരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം. ഇതിൽ കല്ലാർ മുല്ലയാർ എന്ന് പറയുന്ന 2 ആറ് കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ ത്രിവേണി സംഗമം പോലെയാണ് ഇത് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അഗസ്ത്യാർ മുനി ഇരുന്ന സ്ഥലത്ത് നമ്മുടെ ദേവഋഷികളിൽ ഒരാളായ അത്രി മഹർഷി അദ്ദേഹത്തിനെ കാണാൻ പോയി. അത്രി മഹർഷി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം നദിയിലിറങ്ങി ദേഹശുദ്ധി ചെയ്യാനായിട്ട് ഇങ്ങനെ കോരി ദേഹമൊക്കെ കഴിയും വെള്ളം. പക്ഷെ അത് വെള്ളമായിരുന്നില്ല, നെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം വന്നു. അപ്പോൾ ഈ നദിയിൽ നെയ്യുടെ സാന്നിധ്യം ഇല്ലാതാകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. അങ്ങനെയാണ് ആ നെയ്യ് ഒഴുക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പവിത്രമായ നദിയാണത്. അതിൽ ഇങ്ങനെ നമുക്കൊരു ആരതി ചെയ്യണം എന്ന് വിചാരിച്ച് ഇനി വരും കാലങ്ങളിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കും എന്ന് വിചാരിക്കുന്നു. ഭക്തി നിർഭരമായ ആരതിയും നദീപൂജയും ദർശിക്കാൻ നിരവധി ഭക്തർ കടവിലെത്തി. ജനം TV മാനേജിംഗ് ഡയറക്ടർ S. രാജശേഖരൻ നായർ, നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.